ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ 2023 മാത്തമാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2023 ഓണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് the first term 3, find its 10th term. ആദ്യ പദം 3 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക. ശ്രേണിയുടെ 10ാം പദം കാണുക. നമുക്ക് ഇഷ്ടമുള്ള ശ്രേണി നമുക്ക് എഴുതാം കേട്ടോ. 1 തുടങ്ങിയിട്ട് ഫസ്റ്റ് ടേം 3 ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 3 തുടങ്ങിയിട്ട് കോമൺ ഡിഫറൻസ് 1 അല്ലെങ്കിൽ 2 3 4 നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ഒരു 3 3 23 6 3 9. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം 10th ടേം പെട്ടെന്ന് എഴുതാൻ പറ്റും. 5 3 30. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3 6 9 എടുത്തത് കേട്ടോ. 3 6 9 അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ, ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. 3 4 5 6 7 8 9 10 11 12. ഓക്കെ, അങ്ങനെ എടുക്കാം. അപ്പോൾ 10ാമത്തെ ടേം 12 വരും. 3 തുടങ്ങി 3 4 5 6 7 8 9 10 11 12. അല്ലെങ്കിൽ 3ക്ക് 2 കൂട്ടി പോവാം. 3 5 7 9 11 13 15 17 19 21. ഓക്കെ, ഞാനിവിടെ 3ന്റെ ടേബിൾ എടുത്തു. അപ്പോൾ 10ാമത്തെ ടേം 3 30. ഇനി in the arithmetic sequence 4 7 10, how many times the common difference is to be added to the first term to get the 20th term? Is 103 a term in this arithmetic sequence? Why? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളതാണോ. 4 7 10 എന്ന സമാന്തര ശ്രേണിയിൽ 20ാം പദം കിട്ടാൻ ആദ്യ പദത്തിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? 103 ഈ ശ്രേണിയിൽ ഒരു പദമാണോ? എന്തുകൊണ്ട്? ഓക്കെ, 20ാം പദം കിട്ടാൻ നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഓരോ ടേമും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു n-1 ഇൻറ്റു ഡി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടേം പറയുന്നത് a1 ആണ് അല്ലെങ്കിൽ x1 ആണ്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് x1 പ്ലസ് ഡി ആണ്. മൂന്നാമത്തെ ടേമോ x1 പ്ലസ് 2d ആണ്. നാലാമത്തെ ടേമോ x1 പ്ലസ് 3d ആണ്. അഞ്ചാമത്തെ ടേമോ x1 പ്ലസ് 4d ആണ്. അപ്പോൾ 10ാമത്തെ ടേമോ x1 പ്ലസ് 9d ആണ്. അപ്പോൾ 15ാമത്തെ ടേമോ x1 പ്ലസ് 14d ആണ്. അപ്പോൾ 20ാമത്തെ ടേമൊക്കെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? 19 പ്രാവശ്യം. 20th ടേം എന്ന് പറയുന്നത് x1 പ്ലസ് 19d ആണ്. x1 പ്ലസ് 19d ആണ്. അപ്പൊ 19 മടങ്ങ് അല്ലെങ്കിൽ 19 പ്രാവശ്യം, 19 ടൈംസ്. ഇനി 103 പദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പദമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 103 ഇതിലൊരു പദമാണെങ്കിൽ ഇതിലുള്ള ഏത് പദങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പം 103 ഞാൻ ഇതിലൊരു പദമാണെന്ന് കൺസിഡർ ചെയ്തു എങ്കിൽ ആ 103 ഞാൻ 4 കുറച്ചാൽ 4 ഇതിലെ ടേം ആണ്, 103 ഇതിലൊരു ടേം ആണെന്നാണ് എൻ്റെ കൺസിഡറേഷൻ കേട്ടോ. അപ്പം 103 4 കുറച്ചാൽ എനിക്ക് 93 കിട്ടും, 99 കിട്ടും. ഓക്കെ, ഈ 99 കോമൺ ഡിഫറൻസ് ആയ 3ന്റെ മൾട്ടിപ്പിൾ ആവണം. 3 അല്ല ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ 99നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 99ൽ എത്ര 3 ഉണ്ട്? 33 3 ഉണ്ട്. അവിടെ റിമൈൻഡർ ഉണ്ടോ? ഇല്ല, റിമൈൻഡർ 0 വന്നില്ല. അതിനർത്ഥം ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 103 ഇതിലെ ടേം ആണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ വേറൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും, അതും ഞാൻ പറഞ്ഞുതരാം കേട്ടോ മക്കളെ. നോക്കിയേ, ഈ 4നെ ഫസ്റ്റ് ടേമിനെ നിങ്ങൾ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. 4ൽ ഒരു പ്രാവശ്യം 3 ഉണ്ട്, റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള നമ്പറിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 103നെയും നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എത്രയും കൊണ്ട്? പൊതുവ്യത്യാസമായ 3 കൊണ്ട് അല്ലേ. 3 9 വരും. 10 9 പോയാൽ 1, 3നെ ഇറക്കി എഴുതി. 4 3 12. 13 12 പോയാൽ ശിഷ്ടം 1. കണ്ട, ഇവിടെ ശിഷ്ടം സെയിം ആണ്. ശിഷ്ടം സെയിം ആണെങ്കിൽ അത് അതിലെ ടേം ആണ്. ഇങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. എല്ലാ ടേമുകളുടെയും റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ 103നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. കാരണം നേരത്തെ നമുക്ക് 1 അല്ലേ കിട്ടിയത്. അപ്പോൾ ടേം ആണ് 103 ടേം ആണ്. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പർ. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം.
പിന്നെ 2 സീക്വൻസുകളും തന്നിട്ടുണ്ട്. അപ്പം മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോളാം. എണ്ണൽ സംഖ്യയാണ്, നാച്ചുറൽ നമ്പർ ആണ്. n × n + 1/2 ആണ്. 30 എണ്ണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 30 × 31/2 എന്ന് വരും. n × n + 1 അല്ലേ? n 30 ആണ്. 30 1 കൂട്ടിയാൽ 31. 30ന്റെ പകുതി 15 ആണ്. അപ്പം 31 × 15 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 5 5 3 15. പിന്നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 1 1 3 3 5 6 4 465. കണ്ട, ഇനി അടുത്തത് നോക്കിയ മക്കളെ, ഇതൊരു ഈവൺ നമ്പർ അല്ലേ? 2 4 6 8 എന്ന് പറഞ്ഞു പോകുന്നത് ഈവൺ നമ്പർ അല്ലേ? ഈവൺ നമ്പറിന്റെ സം എന്താ? n × n + 1 ആണ്. അപ്പൊ സാറേ 30 × 31 അല്ലേ? അതേ, 30 × 31 ആണ്. കാരണം 2 4 6 8 10 എന്ന് പറഞ്ഞു പോകുമ്പോൾ 2 4 6 8 10 എന്ന് പറഞ്ഞു പോകുമ്പോൾ 60 വരെ എത്തുമ്പോൾ 30 ടേം ആകും. അപ്പൊ 30 × 31, ഈ 0 അങ്ങോട്ട് മാറ്റി നിർത്ത് മക്കളെ, 0 അങ്ങോട്ട് മാറ്റി നിർത്ത്. 31 × 3 ചെയ്യുക, 3 9, 3 9 93. ആ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തത് 5 7 9 ആണ്. ആദ്യം നമുക്ക് n കാണാം. n എങ്ങനെ കാണുന്നത്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം 2 അല്ലേ? +1. 63 5 പോയാൽ മക്കളെ 58. എത്ര കിട്ടുക മക്കളെ? 58 ആണ് കിട്ടുക. 58ന്റെ പകുതി എത്രയാ? 29. 29ക്ക് 1 കൂട്ടിയാൽ എത്രയാ? 30. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ 30/2 n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ 30ന്റെ പകുതി എത്രയാ? 15. 63ക്ക് 5 കൂട്ടിയാൽ എത്രയാ? 68. അപ്പൊ 68 × 15. 8 5 40ക്ക് 0 ശിഷ്ടം 4 ഉണ്ട്. 6 5 30 4 34. 1 8 8 1 6 6. 0 8 4 12ക്ക് 2 ശിഷ്ടം 1 6 1 7 3 10. ഓക്കെ, then അടുത്ത ചോദ്യം. The fifth term of an arithmetic sequence is 21 and the 9th term is 37. Find the 7th term. Find the sum of first and 13th term. Find the sum of first 13 terms. ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 21ഉം 9ാം പദം 37ഉം. 7ാം പദം കാണുക, 1ാം പദവും 13ാം പദവും തമ്മിലുള്ള തുക കാണുക. ആദ്യത്തെ 13 പദങ്ങളുടെ തുക കാണുക. ഇത്രയാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് 7ാം പദം കാണണം. അതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്താ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ ടേമുകൾ ആരൊക്കെയാ മക്കളെ? ഒന്ന് പറഞ്ഞ്. 37ഉം സീക്വൻസ് 21. ഓക്കെ, പൊസിഷനോ 9ഉം 5ഉം. ഓക്കെ, അപ്പോ 37 - 21 ഡിവൈഡഡ് ബൈ 9 - 5. 37 21 പോയാൽ 16. ഓക്കെ, 9 5 പോയാൽ 4. 16/4 4. പൊതുവ്യത്യാസം 4 ആണ് മക്കളെ. ഇനി 7ാം പദല്ലേ കാണണ്ടേ? അതിന് നമുക്ക് ഇവിടെ 5ാം പദം തന്നിട്ടില്ലേ? 5ാം പദത്തിന്റെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ 7ാം പദത്തേക്ക്? 5ക്ക് ഒരു പ്രാവശ്യം കൂട്ടിയാൽ 6ാം പദമായി. 6ക്ക് ഒരു പ്രാവശ്യം കൂടിയും കൂട്ടിയാൽ 7ാം പദമായി. അപ്പൊ 7ാമത്തെ പദം കാണാന് 5ാമത്തെ പദത്തിന്റെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അപ്പൊ a5 + 2d. a5 എത്രയാണ്? 21 ആണ്. 2 × 4. മക്കളെ, ഒരിക്കലും 21ക്ക് 2 കൂട്ടിയിട്ട് അതിനെ × 4 ചെയ്യരുത്. ബോർഡ് മാസ് പ്രകാരം ആദ്യം ഇൻറ്റു ചെയ്യണം. അപ്പോൾ 21 + 2 × 4 8. 21ക്ക് 8 കൂട്ടിയാൽ 29. ഓക്കെ, ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 13th ടേം. 1ാമത്തെയും 13ാമത്തെയും പദങ്ങൾ. അത് കാണാൻ ഒരു എളുപ്പമായി ഞാൻ പറയട്ടെ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇപ്പൊ നോക്കിയാൽ 1 2 3 വരെ ഒറ്റ സംഖ്യയാണ് കേട്ടോ. 3 1 കൂട്ടിയാൽ എത്രയാ? 4. അത് സെന്ററിലുള്ളതിന്റെ ഇരട്ടിയല്ലേ അല്ലെ? ഇനി വേറെ നമ്പർ എടുത്തു. 1 2 3 4 5. ഇപ്പൊ സെന്ററിൽ ആരാ? 3 അല്ലേ? 5 1 കൂട്ടിയാൽ എത്രയാ? 6. 3ന്റെ ഇരട്ടിയല്ലേ? ഇത് എണ്ണൽ സംഖ്യക്ക് മാത്രമാണ്. നമുക്ക് വേറൊരു ശ്രേണി എടുക്കാം. 3 3ക്ക് 2 കൂട്ടിയാൽ എത്രയാ?
5 5ക്ക് 2 കൂട്ടിയാൽ എത്രയാ 7 നോക്കിയാ 7 3 10 സെൻട്രൽ ലൈൻ്റെ ഇരട്ടിയല്ലേ. ഇനി 7ക്ക് 2 കൂട്ടി അല്ലെങ്കിൽ 7ക്ക് 2 കൂട്ടിക്ക് 8 9 10 11 ഇപ്പോൾ സെൻട്രൽ എ ആണ് കേട്ടോ. ഇപ്പോൾ സെൻട്രൽ എ ആണ്. ഇപ്പോൾ സെൻട്രൽ എ ആണ്. 11 3 എത്രയാ 14 സെൻറ്ററിൻ്റെ ഇരട്ടിയല്ലേ അല്ലേ. അപ്പം ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നോക്കിയാ A1 പ്ലസ് A30 എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടേം, A30 എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ടേം. അപ്പം മിഡിൽ ടേമിൻ്റെ ഇരട്ടിയായിരിക്കും. ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് 13ൻ്റെ സെൻറ്റർ ആരാ മക്കളെ? ഒറ്റ സംഖ്യയുടെ സെൻറ്റർ കാണാൻ നമ്മളൊരു എളുപ്പമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിലേക്ക് 1 കൂട്ടുക. 13ക്ക് 1 കൂട്ടുക എത്രയാ 14. 14ൻ്റെ പകുതി എത്രയാ 7. അപ്പം ഏഴാമത്തെ ടേമാണ്. ഓക്കെ. അപ്പം 2 × A7 ഏഴാമത്തെ ടേം അല്ല നമ്മളിവിടെ കണ്ടെത്തിയ എത്രയാ 29. അപ്പോൾ 2 × 29 58. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ 2 × A7 കിട്ടി. എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഒറ്റ സംഖ്യയാണ് കേട്ടോ. ഇരട്ട സംഖ്യയാണെങ്കിൽ ഇതൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അവിടെ മിഡിൽ ടേം ഇല്ല കേട്ടോ. അങ്ങനെ ചോദിക്കൂല. വേറെ കാര്യം. ഇനി 13 പദങ്ങളുടെ തുക കാണാനാണ്. സമ്മ് കാണാൻ നമ്മളുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? സം ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. മിഡിൽ ടേം 13 ടേം, ആദ്യത്തെ 13 ടേമാണ്. 13ൻ്റെ മിഡിൽ ആരാണ്? 7 ആണ്. അപ്പോൾ A7 × 13. A7 എത്രയാണ്? 29. അപ്പോൾ 29 × 13 എത്ര കിട്ടും? 377 അല്ലേ. നമ്മൾ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഗുണിച്ച് കാണിച്ചു തരാം കേട്ടോ. 29 × 13 9 27 ഏഷ്യൻ 2 2 3 6 6 7 8 9 9 2 2 ഓക്കെ. 7 9 8 17 7 ഇഷ്ടം 1 2 1 3 കണ്ടോ 377 കിട്ടും ആദ്യത്തെ 13 പദങ്ങളുടെ തുക. അടുത്ത ചോദ്യം. The algebraic expression of an arithmetic sequence is 5n minus 3. Write the arithmetic sequence. What is the position of 122 in this arithmetic sequence? Find the sum of 25 terms. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n minus 3 ആണ്. സമാന്തര ശ്രേണി എഴുതുക. ഈ ശ്രേണിയിലെ 122 എത്രാമത്തെ പദമാണ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആദ്യം ശ്രേണി എഴുതാനാണ്. എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. എന്നിന് 1 കൊടുത്ത മക്കളെ 5 5 5 3 പോയ 2. ഇനി 2 കൊടുക്കുക. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 5 ആണ്. എന്നിൻ്റെ കൂടെ ഉള്ളതാണ് പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? 5 ആണ്. ഇനി ഇങ്ങോട്ട് 5 കൂട്ടിയാൽ മതി. 2ക്ക് 5 കൂട്ടിയാൽ 7, 7ക്ക് 5 കൂട്ടിയാൽ 12, 12ക്ക് 5 കൂട്ടിയാൽ 17. ശ്രേണിയായി. ഇനി 122ൻ്റെ പൊസിഷൻ നോക്കിക്കോ. അൾജിബ്ര നമ്മളുടെ കയ്യിലുണ്ട്. 5n minus 3 എന്നിന് എത്രയോ കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 122 കിട്ടും അല്ലേ. അതല്ലേ അൾജിബ്രയുടെ പ്രത്യേകത. അപ്പോൾ എന്നിന് എത്രയോ കൊടുക്കുമ്പോൾ 122 കിട്ടും. ആ n എത്രയെന്നാണ് ചോദ്യം. ഈ -3നെ പുറത്ത് കൊണ്ടുവരാം. -3 പുറം വരുമ്പോൾ എന്തായി? +3. 122ക്ക് 3 കൂട്ടിയാൽ എത്രയാണ്? 125. ഈ 5നെ അങ്ങോട്ടും കൊടുക്കുന്നത് ഹരിക്കാനായി 125/5. ഓക്കെ. അത് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. അപ്പോൾ എത്രാമത്തെ ടേമാണ് 122? 25ാമത്തെ ടേമാണ്. 125നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? 125 ഡിവൈഡഡ് ബൈ 5 2 5 10 വരും. 12ന്ന് 10 പോയാൽ 2 ഉണ്ട്. 5നെ ഇറക്കി എഴുതി. 5 25 കണ്ടോ 25. അപ്പോൾ n കിട്ടി എത്രയാ? 25 ഒക്കെ കളഞ്ഞു. ഇനി 25 പദങ്ങളുടെ തുകയാണ്. 25ാമത്തെ പദം നമുക്കറിയാം 122 ആണ്. ഫസ്റ്റ് ടേമും നമുക്കറിയാം. അപ്പം നമ്മളുടെ ഇക്വേഷൻ n/2 × A1 + A. n 25 ആണ്. അപ്പോൾ 25/2. 25ാമത്തെ പദം 122 ആണ്. 122ൻ്റെ പൊസിഷൻ അല്ലേ നമ്മൾ കണ്ടുപിടിച്ച്. ഫസ്റ്റ് ടേം 2 ആണ്. 122ക്ക് 2 കൂട്ടിയാൽ എത്രയാണ്? 124. ഇനി 124ൻ്റെ പകുതി കണ്ടാൽ മതി. 12ൻ്റെ പകുതി 6, 4ൻ്റെ പകുതി 2, 62 ആണ്. പിന്നെ 25 × 62 ചെയ്യാം. ഓക്കെ. 62 × 25 അല്ലെങ്കിൽ 25 × 62. 2 5 10ക്ക് 0 ഇഷ്ടം 1 6 5 31 31. 2 2 4 2 6 12 കൂട്ട് 0 4 3 5 3 2 5 1 1550. ഓക്കെ. 1550. അടുത്ത ചോദ്യം. In a stadium, chairs are arranged in 15 semicircle. In the first semicircle, 100 chairs are arranged. In the second semicircle, 110 chairs. In the third semicircle, 120 chairs, and so on. How many chairs are in the 15th semicircle? What is the total number of chairs in the stadium? ഒരു സ്റ്റേഡിയത്തിൽ 15 അർദ്ധവൃത്തങ്ങളിലായി കസേരകൾ നിരത്തിയിരിക്കുന്നു.
ആദ്യത്തെ അർദ്ധവൃത്തത്തിൽ 100, രണ്ടാം അർദ്ധവൃത്തത്തിൽ 110, മൂന്നാം അർദ്ധവൃത്തത്തിൽ 120 എന്നിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. 15ാമത്തെ അർദ്ധവൃത്തത്തിൽ എത്ര കസേരകളുണ്ട്? സ്റ്റേഡിയത്തിൽ ആകെ കസേരകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, അപ്പോൾ ഒന്നാമത്തതിൽ 100, രണ്ടാമത്തേൽ 110, മൂന്നാമത്തേൽ 120. അപ്പോൾ 100, 110, 120, 130 അങ്ങനെ പോവുകയാണ്. എങ്കിൽ 15ാമത്തേൽ എത്ര ഉണ്ട് എന്നാണ്? 100, 110, 120 ആണ്. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു 15 ഈക്വൽ ടു 15ാമത്തെ പദം കണ്ടെങ്കിൽ എ പ്ലസ് 14d. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പോൾ 100 പ്ലസ് ഇത് കാണാൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ ഐഡിയ കൂടി പറഞ്ഞുതരാം കേട്ടോ. 14 × 10 കോമൺ ഡിഫറൻസ് 10 ആണല്ലോ, 10 അല്ലേ കൂട്ടി പോണ്. നോക്കിയാ 100 14 × 10 140, 140ക്ക് 240. ഓക്കെ, ഫസ്റ്റത്തേൽ 10, രണ്ടാമത്തേൽ ഫസ്റ്റത്തേൽ നോക്കണം. ഒന്നാമത്തെ 100, പിന്നെ 110, 120, 130 അങ്ങനെ 15 വരെയാണ് അല്ലേ. ഓരോ ഇതിലും നോക്കിയാൽ മതി നിങ്ങൾ എത്ര വെച്ചിട്ടാണ് പോണത്. രണ്ടാമത്തെ ആയപ്പോൾ 10, മൂന്നാമത്തെ ആയപ്പോൾ 20, നാലാമത്തെ ആകുമ്പോൾ 30, അഞ്ചാമത്തെ ആകുമ്പോഴോ അപ്പോൾ 15ാമത്തെ ആകുമ്പോഴോ ഒരു 14 കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 240. 14 പറഞ്ഞാൽ 140 കേട്ടോ, തൊട്ട് മുമ്പുള്ള നമ്പർ. ഓക്കെ, 2 ആയപ്പോൾ 10, 3 ആയപ്പോൾ 20, 4 ആയപ്പോൾ 30, 5 ആയപ്പോൾ 40, 6 ആയപ്പോൾ 60. അപ്പോൾ 15 ആകുമ്പോഴോ 140. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ, പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. എന്താ 100 പ്ലസ് 14d, 14 × 10 140, 140ക്ക് 100 കൂട്ടിയാൽ 240. ഇനി ഈ സ്റ്റേഡിയത്തിൽ ആകെ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ കാണണം അല്ലേ. സ്റ്റേഡിയത്തിൽ ആകെ എത്ര കസേര ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ടോട്ടൽ കാണണം. 15 വരിയാണുള്ളത്, 15 വരിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 15/2 × 100 പ്ലസ് 240. 100ക്ക് 240 കൂട്ടിയാൽ എത്രയാണ്? 340. ഇനി 340ൻ്റെ പകുതി കാണാം. 340ൻ്റെ പകുതി 170 അല്ലേ. 340നെ ഹരിച്ചാൽ മതി കേട്ടോ. ഹരിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം നിന്നെ കാക്കട്ടെ അല്ലേ. 2 2, 3 2 പോയാൽ 1, 4 വരും, 2 14, പിന്നെ ഒരു 0 ആണ്, 0 170. ഇനി 170നെ 15 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ 170നെ 15 കൊണ്ട് ഗുണിക്കുക? 17 × 15 ചെയ്താൽ മതി, എന്നിട്ടൊരു 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 7 5 35, 5 ഇഷ്ടം 3, 1 5 3 8, ഒരു 7 1 1 5, 7 7 14 1 15, ശിഷ്ടം 1 2, ഒരു 0 ഇട്ട് കൊടുക്കുക. 2550. അപ്പോൾ എത്ര ചെയറുണ്ട്? 2550 ചെയറുകളുണ്ട്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 4 9 14. Calculate the difference between the sum of first 15 terms of the arithmetic sequence 4 9 14 and 7 12 17. 4 9 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക. 4 9 14 എന്ന സമാന്തര ശ്രേണിയുടെയും 7 12 17 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 15 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2023 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. സമ്മ് കാണാം നമുക്ക്. n/2 × 2f + n - 1 × d. നമ്മൾ ലാസ്റ്റ് ടേം കണ്ടു തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എത്ര ടേം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം ആദ്യം. 15 പദങ്ങളുടെ തുക എന്നാണല്ലോ. അപ്പോൾ 15ാം പദം കാണുക. അതിനുശേഷം നിങ്ങൾക്ക് n/2 × x1 + xn കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 15ാം പദം കാണാൻ n/2 × 2f + n - 1 കൊടുത്തു. n എന്ന് പറഞ്ഞാൽ 15 ആണ്. 2 × f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് 4 ആണ്. n 15 ആണ്. അപ്പോൾ 15 ന്ന് 1 പോയാൽ 14. d എന്ന് പറഞ്ഞാൽ 9 ന്ന് 4 പോയാൽ 5. 15/2 അവിടെ കിടക്കട്ടെ. 2 × 4 8, 14 × 5 ചെയ്താൽ 4 20, 20 2 70. 70ക്ക് 8 കൂട്ടിയാൽ 78. ഇനി 78ൻ്റെ പകുതി കാണാം, അതാണ് സുഖം. അപ്പോൾ 15 × 39, 9 18 3 6. ഇനി 15 × 39 ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും 585. ഇനി ഈ 585ഉം രണ്ടാമത്തെ ശ്രേണി ഏതാ? 7 12 17 ആണ്. ഫസ്റ്റത്തെ ശ്രേണി നമ്മൾ ആദ്യം എഴുതിയ ശ്രേണി തന്നെയാണ് അല്ലേ, 4 9 14. ഇനി 7 12 17 ഇതും അതേപോലെ തന്നെ 15/2, 2 × f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 7, കോമൺ ഡിഫറൻസ് 5 തന്നെയാണ്. 2 × 7 14, 14 × 5 70, 14 20 70, 70ഉം 14 84. ഇനി 84ൻ്റെ പകുതി 42. അപ്പോൾ 15 × 42 630. ഇനി 630 555 കുറച്ചാൽ മതി. ഓക്കെ, 630 555 കുറക്കുക. 0 ന്ന് 5 പോകില്ലല്ലോ. ഇവിടെ എങ്ങനെ 600 വലുതായില്ലേ. 630 585 കുറക്കണം.
10 5 പോയാൽ 5 3 ഇങ്ങോട്ടൊന്ന് കടക്കും അല്ലേ? ഇവിടെ 2 ആവും. പിന്നെ 2 8 പോകില്ല 12 ആവും. 12 8 പോയാൽ 4 5 5 പോയാൽ 0 അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ കൂട്ടി 585 കഴിഞ്ഞാൽ 85 5 കൂട്ടിയാൽ 90 15 കൂട്ടിയാൽ 600 ആയി. പിന്നെ ഒരു 30 30ക്ക് 15 കൂട്ടിയാൽ 45. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എത്രയാ? 45. അടുത്ത ചോദ്യം. ഓക്കെ, 8ാമത്തെ ചോദ്യമാണ്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 7 11 15. റൈറ്റ് ദ അൾജിബ്രൈക് എക്സ്പ്രഷൻ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്? Prove that the square of all the terms of the arithmetic sequence do not belong to this sequence. എന്ന സമാന്തര ശ്രേണിയുള്ള ബീജഗണിത രൂപം എഴുതണം. ഈ ശ്രേണിയിലെ ഓരോ പദത്തിൻ്റെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങളൊന്നും ഈ ശ്രേണിയിലെ പദങ്ങളല്ല എന്ന് തെളിയിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ബീജഗണിത രൂപം an + b. a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 11 7 പോണം. 4 അല്ലേ? 7ക്ക് 4 കൂട്ടിയൊക്കെ 8 9 10 11. 11ക്ക് 4 കൂട്ടിയാൽ 15. അപ്പോൾ 4n എന്ന് കിട്ടും. a എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. അപ്പോൾ 4n. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടണം അല്ലേ? 4 × 1 4 ആണ്. ആ 4-നെ ഫസ്റ്റ് ടേം ആയ 7 ആക്കാൻ എത്ര കൂട്ടണം? 3 കൂട്ടണം. അപ്പോൾ 4n + 3. വളരെ സിമ്പിൾ അല്ലേ അൾജിബ്ര എഴുതാൻ? an + b. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 4n. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ 7 കിട്ടണം. 4 × 1 4 ആണ്. 4ക്ക് എത്ര കൂട്ടുമ്പോഴാണ് 7? 3. അപ്പോൾ 4 + 3. ഇനിയിപ്പോൾ ഇതിന് ഫസ്റ്റ് ടേം തന്നെ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് ടേം എടുത്തോളൂ നിങ്ങൾ. n-ന് 2 കൊടുക്കുമ്പോൾ 11 കിട്ടണം. അപ്പോൾ 4 × 2 8. 8ക്ക് എത്ര കൂട്ടുമ്പോഴാണ് 11? 3. ഇനി n-ന് 3 കൊടുക്കുമ്പോൾ 15 കിട്ടണം. അപ്പോൾ 4 × 3 12. 12ക്ക് എത്ര കൂട്ടുമ്പോഴാണ് 15? 3. കണ്ടോ? അപ്പോൾ അൾജിബ്ര കിട്ടി. ഇനി 2ാമത്തെ ചോദ്യം. ഓരോ പദത്തിനെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം. ദാ പൊതുവ്യത്യാസം 4 അല്ലേ? 7നെ 4 ആയിട്ട് ഹരിച്ചോ. 7/4. എയിൽ എത്ര 4 ഉണ്ട്? 4 എണ്ണം. അപ്പോൾ അവിടുത്തെ റിമൈൻഡർ എത്രയാ? 3. ഓക്കെ, ഇനി ഇതിൻ്റെ വർഗ്ഗങ്ങളൊന്നും ഇതിലില്ല എന്ന് തെളിയിക്കാനാണ്. അതിന് നമുക്ക് ഇതിൻ്റെ അൾജിബ്ര. എന്താ അൾജിബ്ര? 4n + 3 ആണ്. ഈ 4n + 3ൻ്റെ സ്ക്വയർ കാണണം. അൾജിബ്രയുടെ സ്ക്വയർ കാണണം. അപ്പോൾ 4n + 3ൻ്റെ സ്ക്വയർ കണ്ടു. 4n the whole square + 2 × 4n × 3 + 3 സ്ക്വയർ. 4n-ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16n സ്ക്വയർ വരും. പ്ലസ് 2 × 4 8. 8 × 3 3 8 24n + 3ൻ്റെ സ്ക്വയർ 9. ഇനി ഇവിടുത്തെ പൊതുവ്യത്യാസം 4 അല്ലേ മക്കളെ? അപ്പോൾ ഈ 9-നെ ഞാനൊന്ന് മാറ്റിട്ടോ. 9-നെ ഞാൻ 8 + 1 ആക്കി കേട്ടോ. 9-നെ 8 + 1 ആക്കി. കാരണം 4 ഇതിൽ വിടുന്നുണ്ടല്ലോ, കോമൺ ഡിഫറൻസ് ആയ 4. അതിന് 8 + 1 ആക്കി. എല്ലാത്തിനും ഒരു 4-നെ ഞാൻ പുറത്തെടുത്തു. എന്തുകൊണ്ടാണ് 4-നെ പുറത്തെടുത്ത്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പം 4-നെ പുറത്തെടുത്തു. 16-ന്ന് 4 പോയാൽ ബാക്കി 16-ന്ന് 4 കുറച്ചിട്ട് 12 അല്ല ഇതുണ്ട് കേട്ടോ. 16-ന്ന് 4-നെ പുറത്തെടുത്താൽ 16/4 4. 24/4 6. 8/4 2 + 1 കിട്ടും. ഇനി ഈ ബ്രാക്കറ്റിലുള്ള ടേമിന് ഞാൻ m എന്ന് കൊടുത്തു. നോക്കിയാ ഇപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 4 ആണ്. ഇവിടുത്തെ റിമൈൻഡർ എത്രയാ? 1 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം 4-ഉം റിമൈൻഡറും 3 ആണ്. അപ്പോൾ റിമൈൻഡർ സെയിം ആണോ? റിമൈൻഡർ സെയിം ആണെങ്കിലല്ലേ ടേം ആകുള്ളൂ. അപ്പോൾ റിമൈൻഡർ സെയിം അല്ലല്ലോ. റിമൈൻഡർ ആർ നോട്ട് ഈക്വൽ. Therefore the squares of the sequence is not belongs to the sequence. ശിഷ്ടങ്ങൾ തുല്യമല്ലാത്തത് കൊണ്ട് വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിലെ പദങ്ങളല്ല. ശിഷ്ടങ്ങൾ തുല്യമാണെങ്കിൽ എന്താവുള്ളൂ? വർഗ്ഗങ്ങളാകുള്ളൂ. അപ്പോൾ നമ്മളുടെ അൾജിബ്ര എങ്ങനെയാണ് ഇത് തെളിയിക്കുന്നത് മനസ്സിലായില്ലേ? അൾജിബ്രനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആ കോമൺ ഡിഫറൻസിനെ പുറത്തെടുക്കാൻ നോക്കുക കേട്ടോ. കോമൺ ഡിഫറൻസിനെ എന്ത് ചെയ്യുക? പുറത്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ 9 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 8 + 1 ചെയ്തത്. അപ്പോൾ 6 ആണെന്നുണ്ടെങ്കിലോ 4 + 2 ചെയ്തു. ഓക്കെ, 4 ആണല്ലോ കോമൺ ഡിഫറൻസ്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ബാക്കിയുള്ളതാക്കി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത് കൺസിഡർ ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 250 which are multiple of 4. What is the first term? What is the last term? How many terms are there? Calculate the sum of all terms of the sequence. 5-നും 250-നും ഇടയിൽ 4ൻ്റെ ഗുണിതങ്ങളുടെ ശ്രേണി പരിഗണിക്കുക. ആദ്യ പദം, അവസാന പദം, ആകെ എത്ര പദം, എല്ലാ പദങ്ങളുടെയും തുക കാണണം. അപ്പോൾ ആദ്യ പദം എന്തിൻ്റെ ഗുണിത? 4ൻ്റെ ഗുണിതാണ്. അപ്പോൾ ഒരു 4 4 5ൻ്റെ മേലേക്ക് പോയിട്ടില്ല. 5ൻ്റെ 250 ആണല്ലോ. 2 4 8. അപ്പോൾ ഫസ്റ്റ് ടേം 8 ആണ്. ഓക്കെ, ഇനി ആദ്യ പദം കിട്ടി. അവസാന പദം കാണണം. അവസാന പദം കാണാൻ 250-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
250 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു 8 8 4 14 വെച്ചിട്ടാണല്ലോ പോണത്, 4ന്റെ ഗുണിതല്ലേ. അപ്പോൾ 4 20 6 4 24. ഓക്കെ, 25 24 പോയാൽ 1 10 കിട്ടും. 2 4 1 4 4 24 8 ശിഷ്ടം എത്ര വരും? 2 വരും. ആ ശിഷ്ടം 2 വന്നു കഴിഞ്ഞാൽ മക്കളെ ഇനി ബാക്കിലോട്ടല്ലേ പോരേണ്ടത് അല്ലെ? 250 കഴിഞ്ഞിട്ട് മുമ്പിലോട്ടാണ് പോവുക. 250 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 250 കഴിഞ്ഞിന് ബാക്കിലോട്ടാണ് വരിക. അപ്പോൾ എത്ര നമ്പർ ബാക്കിലോട്ട് വരണം? 4ന്റെ ഗുണിതമാവണമെങ്കിൽ. 4ന്റെ ഗുണിതമാവണമെങ്കിൽ അവിടുത്തെ ശിഷ്ടം 0 ആവണം. 4ന്റെ ഗുണിതമാവണമെങ്കിൽ അവിടുത്തെ ശിഷ്ടം എത്രയാവണം? 0 ആവണം. 4ന്റെ ഗുണിതമാവണമെങ്കിൽ അവിടുത്തെ ശിഷ്ടം എത്രയാവണം? 0 ആവണം. ഈ 2 0 ആവാൻ എന്ത് ചെയ്യണം? 2 കുറക്കണ്ടേ. അപ്പൊ 250 2 കുറക്കുക, അപ്പൊ 248. അപ്പൊ ലാസ്റ്റത്തെ ടേം കിട്ടിയില്ല, എന്താ? 248. അപ്പൊ ഫസ്റ്റ് ടേമും ആയി, ലാസ്റ്റ് ടേമും ആയി. ഇനി ഹൗ മെനി ടേംസ് എന്നാണ്. അതിനും നമ്മളുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താ നമ്മളുടെ കയ്യിൽ ഇക്വേഷൻ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ലാസ്റ്റ് ടേം 248 മൈനസ് ഫസ്റ്റ് ടേം 8 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 4 പ്ലസ് 1. 248 8 പോയാൽ എത്രയാ? 240. 240 ബൈ 4 24 എത്ര 4 ഉണ്ട്? 6 4 24. അപ്പൊ 60. 60 പ്ലസ് 1 61. എങ്ങനെ 60 കിട്ടിയത്? 24 എത്ര 4 ഉണ്ട്? 6 4 24 ആണ്. പിന്നെ ഒരു 0 അല്ലേ, ആ 0 അവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 60. ഓക്കെ, 60 പ്ലസ് 1 61. 61 പദങ്ങളുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും സമ്മ് കാണണം. 61 n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം അല്ലേ. അപ്പൊ 61/2 ഇൻറ്റു 8 പ്ലസ് 248. 248 കെട്ട് കൂട്ടിയാൽ എത്രയാ? 256. ഇനി ഇതിന്റെ പകുതി കാണാം. 2ന്റെ പകുതി 1. 5ൻ്റെത് 2 വരും, 4 ആണ്. ശിഷ്ടം 1 ഉണ്ടാവും, 16 8 വരും. 128. ഈ 128നെ 61 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 7808 എന്ന് കിട്ടും. 128 ഇൻറ്റു 61 ചെയ്യുമ്പോൾ 7800. കറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്യട്ടാ. കാണിച്ചു തരാം. 128 ഇൻറ്റു 61. 1 8 8 1 2 1 1 1. 6 8 48. ശിഷ്ടം 4. 2 6 12 4 16. ഇഷ്ടം 3 6 1 7. 8 8 2 10 0. ഇഷ്ടം 1 6 1 7 1 8 7. 7808. ഓക്കെ, 10ാമത്തെ ചോദ്യം. The algebraic expression of the sum to n terms of an arithmetic sequence is 2n square plus 3n. Find the first term of the sequence. Find the common difference. Write the algebraic expression of this arithmetic sequence. Find the sum of first 25 terms of this arithmetic sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിതം. സമ്മിന്റെ അൾജിബ്രയാണ് കേട്ടോ. തുകയുടെ ബീജഗണിതമാണ് തന്നിട്ടുള്ളത്. ഈ ശ്രേണിയുടെ ആദ്യ പദം, പൊതുവ്യത്യാസം, ബീജഗണിതം, പിന്നെ 25 പദങ്ങളുടെ തുക. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് സമാന്തര ശ്രേണിയുടെ ആദ്യ പദം കാണാനാണ്. എങ്ങനെ നമ്മൾ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം കാണുക? n-ന് 1 കൊടുത്താൽ മതി. അപ്പൊ 2 × 1 പ്ലസ് 3 × 1. 2 × 1 2 ആണ്. 3 × 1 3 ആണ്. അപ്പൊ 3 + 2 എത്ര കിട്ടും? 5 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ടേം 5 കിട്ടിയത്. ഓക്കെ, അപ്പോ 2 + 3 നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. n², 1ന്റെ സ്ക്വയർ 1 ആണ്, n 1 ആണ്. അപ്പൊ 2 + 3 5. അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ജനറൽ ഫോർമുല നോക്കിയാൽ മതി. pn² + qn. pn² + qn. ഇത് പ്രകാരം p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസത്തിന്റെ പകുതി. p യും q യും കൂട്ടിയ ഫസ്റ്റ് ടേം. അപ്പൊ p 2 ആണ്, q 3 ആണ്. അപ്പോ 2 + 3 5. ഇനി പൊതുവ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു n² കൂടെ ഉള്ളത് p. ആ p എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ്. ഓക്കെ, അപ്പൊ പൊതുവ്യത്യാസത്തിന്റെ പകുതി 2 ആണെങ്കിൽ പൊതുവ്യത്യാസം എത്രയാ? 4. ഓക്കെ, പൊതുവ്യത്യാസം pn² + qn. p എന്ന് പറഞ്ഞാൽ എന്താ? n² കൂടെ ഉള്ളത്, അത് പൊതുവ്യത്യാസത്തിന്റെ പകുതി. ഇങ്ങനെ ഒരു ജനറൽ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കും. ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ് ഇതാണ്.
ഓക്കെ, അപ്പോൾ പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ, പി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസത്തിന്റെ പകുതി, പിയും ക്യൂവും കൂട്ടിയാൽ ഫസ്റ്റ് ടേം. അപ്പൊ പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ് 2, അപ്പൊ പൊതുവ്യത്യാസം എത്രയാ? 4. ഇനി ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസം കിട്ടിയ ആൽജിബ്ര കാണാൻ വളരെ പെട്ടെന്നാ. എന്താ? എ എൻ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം. അപ്പൊ 4n. ഇനി എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ആയ 5 കിട്ടണം. അതിന് ഒരു 4 അല്ലേ? 4ക്ക് എന്ത് കൂട്ടുമ്പോഴാണ് 5 കിട്ടുക? 4ക്ക് 1 കൂട്ടുമ്പോൾ 5, അപ്പൊ +1. മനസ്സിലായോ? എ എൻ പ്ലസ് ബി യൂസ് ചെയ്താൽ മതി. എന്ത് യൂസ് ചെയ്താൽ മതി? എ എൻ പ്ലസ് ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ മക്കളെ? 4 അല്ലേ? അപ്പൊ 4n. ഇനി എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടണം. ഫസ്റ്റ് ടേം 5 ആണ്. അപ്പൊ 4 × 1 4 ആണ്. ആ 4 5 ആവാൻ എന്ത് ചെയ്യണം? 1 കൂട്ടണം. അപ്പൊ 4n + 1. ഇനി സമ്മ് കാണണം. സമ്മ് കാണാൻ മക്കളെ നിങ്ങൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നു വേണ്ട. സമ്മിന്റെ ബീജഗണിതമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ ബീജഗണിതത്തിൽ എന്നിന്റെ സ്ഥാനത്ത് 25 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 25 ടേമിന്റെ സമ്മ എന്താ? 2 × 25. n 25 ആവും. 25² + 3 × 25. 25ന്റെ സ്ക്വയർ പെട്ടെന്ന് നമുക്ക് പറയാം. 2 കഴിഞ്ഞാൽ 3. അപ്പൊ 2 × 3 6, കൂടെ 25 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ 625. എത്ര കിട്ടുക? 625 ആണ്. ആ സ്റ്റെപ്പ് അവിടെ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത് കേട്ടോ. 625 ആണ് കിട്ടുക. 25ന്റെ സ്ക്വയർ 625 ഇൻറ്റു ആരുണ്ട്? 2 ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 5 10ക്ക് 0 ഇഷ്ടം 1, 2 2 4 1 5, 2 6 12, 1250. 3 × 25, 25 50, 50ലേക്ക് ഒരു 25 കൂടിയും വരുമ്പോൾ 75, 50ലേക്ക് ഒരു 25 കൂടിയും വരുമ്പോൾ 75. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1250ലോട്ട് 75 കൂട്ടിയാൽ 25ന്റെ സ്ക്വയർ 625. 25ന്റെ സ്ക്വയർ എത്രയാ? 625. 25 × 25 ഇൻറ്റു 2. 625 ഇൻറ്റു 2 എത്ര വരും? 1250. അതിലേക്ക് ഒരു 75 കൂട്ടുക. അപ്പൊ 1325. ഇതാണ് 25 പദങ്ങളുടെ സം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2023 ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, അരിത്തമെറ്റിക് സീക്വൻസ്, സർക്കിൾ, ഇത് രണ്ടുമാണ് കേട്ടോ. നമ്മളിപ്പോൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2019, 2022, 2023, 20, 21 കൊറോണ കാരണം നമുക്ക് എക്സാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 3 വർഷത്തെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അരിത്തമെറ്റിക് സീക്വൻസിലും സർക്കിൾസിലും ഓരോ വർഷവും 10ഓളം ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. മറ്റ് 2 ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിന് കൊടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2023 ചോദ്യമാണ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി 3 ചാപ്റ്ററിൻ്റെയും കൂടി 2023 ചോദ്യം ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളുടെ ഓണപരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോസ് എന്താവും? കംപ്ലീറ്റ് ആവും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓണപരീക്ഷ അടിച്ച് പൊളിച്ച് ചെയ്ത് നല്ല മാർക്ക് കിട്ടട്ടെ. See you soon. Okay, bye.